ഹായ് ഫ്രണ്ട്സ്, സൂഷ്യസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ പ്രസൻ്റ്ലി ആയിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തെരുവ് നായ്ക്കളുടെ വിഷയമാണ്. അതിലൊരു തലതിരിഞ്ഞ ഒരു വിധി ഞങ്ങൾ മൃഗസ്നേഹികളെയും മനുഷ്യത്വമുള്ളവരെ സംബന്ധിച്ചെടുത്ത് അങ്ങനെ പറയാൻ പറ്റൂ. തലതിരിഞ്ഞ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് കാരണം തെരുവിൽ ലക്ഷക്കണക്കിന് മിണ്ടാപ്രാണികൾ നരകിക്കുന്നു. ഒപ്പം മൃഗസ്നേഹികളായവരും അവരെ ഫീഡ് ചെയ്യുന്നവരും അവരെ സംരക്ഷിക്കുന്നവരുമായിട്ടുള്ള ആളുകളെയും മറ്റുള്ളവർ നരകയാതന അനുഭവിപ്പിക്കുന്നു. ഒരുപാട് കേസുകൾ, കള്ളക്കേസുകൾ പൊന്തി വന്നു. മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നതിന് ആർക്കും ഒരു പരാതിയില്ല, പക്ഷേ മിണ്ടാപ്രാണികളെ സംരക്ഷിക്കുന്നതിന് എല്ലാവർക്കും പരാതികളാണ്. ഇപ്പോൾ റോഡിലൊരു പട്ടിക്ക് ആഹാരം കൊടുത്താൽ അതിന് പ്രശ്നം, എന്നാൽ അവയെ വീട്ടിൽ കൊണ്ട് വളർത്തിയാലോ പട്ടിയുടെ കൊര, പട്ടിയുടെ അവിടെ സ്മെല്ല്, ഇല്ലാത്ത കള്ളപ്പരാതി കൊടുത്ത് വർഷങ്ങളായി ഞങ്ങളിത് അനുഭവിക്കുന്നതാണ്. കള്ളപ്പരാതി കൊടുത്ത് അവരെ കൊണ്ട് അത് പിടിപ്പിക്കുക, പട്ടി അവിടെ നിന്ന് ഒഴിവാക്കുക. റോഡിലും പാടില്ല, വീട്ടിലും പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് ഞങ്ങളാരും കൊണ്ടുവന്നതല്ല, ഞങ്ങളാരും പ്രസവിച്ച് കൂട്ടിയതുമല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈശ്വരവിശ്വാസമുള്ള ഒരാൾക്ക് പോലും ഇതിനെ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ പറയുന്നവരെല്ലാം ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയെ ചോദ്യം ചെയ്യുന്നവരും, സുപ്രീം കോടതി ജഡ്ജി അടക്കം ദൈവത്തിൻ്റെ സൃഷ്ടിയെ ചോദ്യം ചെയ്യുകയാണ്. ഈ നാട്ടിലൊരു ആവാസ വ്യവസ്ഥയുണ്ട്. ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്നു ലക്ഷക്കണക്കിന്. ഇതുവരെയുള്ള കണക്കെടുത്ത കോടിക്കണക്കിന് മനുഷ്യന്മാരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലെത്രയോ തുലോം കുറവാണ് നായ്ക്കൾ കടിച്ചുള്ള മരണം. ഏറ്റവും കുറവ് അതായിരിക്കും. പിന്നെ സിംഹം, പുലി, കടുവ, ആന, പന്നി, അങ്ങനെ എന്തെല്ലാം കാട്ടുമൃഗങ്ങളാൽ മനുഷ്യൻ കൊല്ലപ്പെടുന്നു. ഏറ്റവും ചെറിയ തേനീച്ച, കടന്നൽ, ഇതിൻ്റെ ആക്രമണം കൊണ്ട് പോലും മനുഷ്യൻ മരിക്കുന്നു. ഇതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ മനുഷ്യനോട് ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന, മനുഷ്യനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നായ്ക്കളെ മാത്രം കണ്ടുപിടിച്ച് ദ്രോഹിക്കുന്നത് മനുഷ്യത്വമില്ലാത്തൊരു പ്രവൃത്തിയാണ്. അപ്പോൾ ഈ തലതിരിഞ്ഞ ഒരു സുപ്രീം കോടതിയുടെ വിധി കാരണം ഒരുപാട് പേര് മാനസികമായി വിഷമിക്കുന്നുണ്ട്. ഞാൻ തന്നെയും എനിക്ക് തന്നെ തെരുവിൽ വളരെ മോശമായ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യൻ എന്നാൽ മനുഷ്യത്വത്തോടുകൂടെ ജീവിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മനുഷ്യനെ കൊല്ലുന്ന നരാധമന്മാരെ പിടിച്ച് 14 ദിവസം റിമാൻഡിലിട്ടിട്ട് അവന്മാർക്ക് പിന്നെ ഇറച്ചിയും മീനും മുട്ടയും കൂട്ടി ആഴ്ചയിൽ 3 ദിവസം സുഭിക്ഷമായ 7 ദിവസവും നല്ല ഭക്ഷണത്തോടുകൂടെ പട്ടിണി കിടക്കാത്ത വിധത്തിൽ അവർക്ക് ജോലിയും കൂലിയും എല്ലാം കൊടുത്ത് സുഭിക്ഷമായി വാഴിക്കുന്നു. എന്നാൽ അതുപോലെ മനുഷ്യനെ കടിക്കുന്ന പട്ടികളെയും പിടിച്ചങ്ങ് ജയിലിലാക്കിയാൽ പോരെ? അവർക്കും ഉണ്ടാക്കും ഒരു ജയിൽ. അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കാത്ത? അവരെ മാത്രം കൊല്ലണം, അവരെ മാത്രം ഉന്മൂലനാശനം ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ള മനുഷ്യനെ കൊല്ലുന്നുവെങ്കിൽ ഒരു പട്ടി കടിക്കുന്നു, ഒരു വിവരമില്ലാത്ത പട്ടി, ഈ പട്ടി കടിക്കുന്നു എന്ന് സുപ്രീം കോടതി പറയുന്നു. ഒരുപാട് ജനങ്ങളെ പട്ടികളുടെ ഉപദ്രവം സഹിക്കുന്നു. ഈ പട്ടികളെ കല്ലെറിയുന്ന ആ കണക്ക് വല്ലതും ജഡ്ജിക്ക് അറിയാമോ? അല്ലെങ്കിൽ ഇതിനെതിരായി സംസാരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? മിണ്ടാതൊരു നായ പോയാൽ അതിനെ കല്ലെടുത്തെറിയുന്നു. കുഞ്ഞുങ്ങൾ ചെറുതിലെ പൂച്ചയെ പട്ടിയെ കണ്ട കല്ല് പറക്കി എറിയും. അച്ഛനും അമ്മയും അത് വിലക്കില്ല. അതവർ വളർന്ന് വലിയ കുട്ടിയായാലും അവർക്ക് തെരുവിൽ ഇതിനെ കാണുമ്പോൾ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. അപ്പോൾ ചുമ്മാ പോകുന്ന ഒരു മൃഗം, അത് റാബീസിൻ്റെ ലക്ഷണം ഉള്ള പട്ടിയാണെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ, ഒരു പ്രകോപനം ഇല്ലാതെ വന്ന് കടിക്കും. പക്ഷേ സാധാരണ നോർമൽ ഒരു നായ ഒരിക്കലും നമ്മൾ അറ്റാക്ക് ചെയ്യാതെ നമ്മളെ വന്ന് ആക്രമിക്കുകയില്ല. അപ്പോൾ അതിന് തക്കതായ കാരണമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്ത് അവരുടെ ദേഹത്തൊരാളൊരു കല്ലെടുത്തെറിഞ്ഞാൽ അവർ അത് പ്രതികരിക്കും. അത് ജന്മസിദ്ധമായ എല്ലാ മൃഗങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. അപ്പം പട്ടി മാത്രം കടിക്കുന്നു, ഇവിടെ വേറെ ഒരു മൃഗങ്ങളും കടിക്കുന്നില്ലേ? ഒരു മൃഗങ്ങളും കുത്തുന്നില്ലേ? ഒരു മൃഗങ്ങളും ചവിട്ടുന്നില്ലേ? ഇടിക്കുന്നില്ലേ? കൊല്ലുന്നില്ലേ? മനുഷ്യനെ കൊല്ലുന്നില്ലേ? പട്ടികൾക്ക് മാത്രം എതിരായിട്ട് ഇങ്ങനെ എന്തിനാണ് ഒരു നിയമമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയെ വെല്ലുവിളിക്കുന്ന ഇത്തരം നടപടികൾ, ഇവിടെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. മനുഷ്യൻ പെരുകുമ്പോൾ മനുഷ്യനും മൃഗങ്ങളാൽ കൊല്ലപ്പെടണം. മൃഗങ്ങൾ കൂടുമ്പോൾ മനുഷ്യൻ്റെ കൈയാൽ മൃഗങ്ങളും കൊല്ലപ്പെടണം. ഒരു ദിവസം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോഴികളെ കൊന്ന് ഇവിടെ ഇറച്ചി തിന്നുന്നില്ലേ? ആരെങ്കിലും കണക്കെടുക്കുന്നോ? എത്രയോ പട്ടികളെയും പാമ്പിനെയും തേളിനെയും എല്ലാ സകല മൃഗങ്ങളെയും ചൈനക്കാർ കൊന്ന് ഭക്ഷിക്കുന്നില്ലേ? ഇതിനൊന്നും ഒരു പരാതി ആർക്കുമില്ല. ഒരു നായ കടിച്ചെന്ന് പറഞ്ഞിട്ട് ഉടനെ ആരും മരണപ്പെടുന്നില്ല. അതുകൂടെ എല്ലാവരും ഓർക്കണം. ഒരു നായ കടിച്ചതുകൊണ്ട്, റാബീസ് നായ കടിച്ചാൽ മാത്രം, അതും തക്ക സമയത്ത് വാക്സിൻ എടുത്തില്ലെങ്കിൽ മാത്രമേ മരണപ്പെടുന്നുള്ളൂ. അല്ലാതെ നായയോട് ആരെയും കൊല്ലാൻ വേണ്ടി നടക്കുന്നുമില്ല.
നായയെ കൊല്ലാൻ മനുഷ്യനാണ് മുന്നിട്ട് നടക്കുന്നത്. ഇന്നുകൂടെ ഞാൻ ഒരു സംഭവം കേട്ടതാണ്. വെറുതെ നിന്ന നായേനെ കല്ലെടുത്തെറിഞ്ഞു, അതിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡും കാല് ഒടിഞ്ഞിട്ട് ഉള്ള ഒരു സംഭവം. അപ്പോൾ ഒരു കാരണവുമില്ലാതെ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്ന നിരവധി കേസുകളുണ്ട്. ഇതൊന്നും ഒരു മനുഷ്യനും ഒരു മൃഗത്തിന് ആരെങ്കിലും ആക്രമിച്ചാൽ പരാതിയുമായിട്ട് വരില്ല. വന്നാൽ തന്നെ പോലീസ് പരാതി എടുക്കാൻ തയ്യാറാകില്ല. പക്ഷേ പട്ടി ഒരാളെ കടിച്ചാൽ ഒരു കള്ളപ്പരാതി ഒരു 100 എണ്ണം വരും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ എന്നെപ്പോലുള്ള മൃഗസ്നേഹികൾക്ക് ഇപ്പോൾ തെരുവിൽ ഒരു പട്ടിയെ ഫീഡ് ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്നാൽ ഞങ്ങൾക്ക് വീട്ടിലും കൊണ്ടുവന്ന് വളർത്താൻ പാടില്ല. വെറുതെ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും പരാതികൾ കൊടുത്ത് നമ്മളിങ്ങനെ മാനസികമായി ഹരാസ് ചെയ്യുന്ന പരിപാടിയാണ് എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ സുപ്രീം കോടതി ഇങ്ങനത്തെ വിധി പുറപ്പെടുവിക്കുമ്പോൾ മൃഗസ്നേഹികളായിട്ടുള്ളവർക്ക് മൃഗങ്ങളെ സംരക്ഷിക്കാനും ഒരു പരാതിയും ആരും കൊടുത്താലും അത് ഫലവത്താവാത്ത വിധത്തിൽ സുപ്രീം കോടതി ഒരു നിയമം കൊണ്ടുവരണം. മൃഗസ്നേഹികൾക്ക് പട്ടികളെ എത്ര വേണമെങ്കിലും അവരെ വീട്ടിൽ സംരക്ഷിക്കാനുള്ള ഒരു ഫണ്ടും കൊടുക്കണം, അവർക്ക് അതിനുള്ള ഒരു ലൈസൻസും കൊടുക്കണം. ഈസിയായി രീതിയിൽ ഒരു ലൈസൻസും കൊടുക്കണം. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഇഷ്ടംപോലെ ഭൂമികൾ വെറുതെ കിടപ്പുണ്ട്. അതിൻ്റെ ആ ഭൂമികൾ മൃഗസ്നേഹികളായിട്ടുള്ളവർക്ക്, ഈ മൃഗങ്ങളെ റെസ്ക്യൂ ചെയ്യുന്നവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ അതിനെ പോറ്റാനുള്ള ഫണ്ടും കൊടുക്കണം. അതുപോലെ വീടുകളിലുള്ള പിന്നെ ഹെൽത്തിൻ്റെ ആൾക്കാർ വീടുകളിൽ ചെന്ന് മനുഷ്യൻ്റെ രോഗാവസ്ഥ അന്വേഷിക്കുന്നത് പോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിന് ഇഷ്ടം പോലെ ഫണ്ടുണ്ട് ഇവർക്ക് വേണ്ടി. വീടുകളിൽ ചെന്ന് നായ്ക്കളെ വാക്സിനേഷൻ ചെയ്യണം, വന്ധീകരിക്കാനുള്ള നടപടി ചെയ്യണം. അതുപോലെ തന്നെ സുഖമില്ലാതെ കിടക്കുന്നവർ, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് ചെറിയൊരു എമൗണ്ടൊക്കെ വാങ്ങി അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ആരും ഒരു വയസ്സാവുമ്പോഴോ രോഗികളാവുമ്പോഴോ ഒന്നും ഒരു നായയെ റോഡിൽ കൊണ്ട് കളയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള നടപടികൾ എടുക്കാമെന്നിരിക്കെ വെറുതെ ചുമ്മാ കിടക്കുന്ന നായ്ക്കളെ പിടിച്ച് കൊല്ലാനും ഷെൽട്ടറാക്കുക എന്ന് പറയുന്ന ഒരു മറ മാത്രമാണ്. സുപ്രീം കോടതി നിശബ്ദമായിട്ട് ഈ വിധിയുടെ പുറകിൽ അവരെ പിടിച്ചുകൊണ്ട് പോയി കുത്തിവെച്ച് കൊല്ലാനുള്ള അനുമതിയാണ് കൊടുക്കുന്നത്. ഇത് എത്രയോ തവണ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും ഈ വിധി എന്താണെന്നുള്ളത്. അപ്പോൾ ദൈവത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച പലതിനെയും നമുക്ക് കൊന്നൊടുക്കേണ്ടി വരും. ഇവിടെയുള്ള കഞ്ചാവുകളെയും മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത ക്രിമിനലുകളെയൊക്കെ നമുക്ക് കൊല്ലേണ്ടി വരും. അതിനെ ആദ്യം ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യനെ കൊല്ലുന്ന ക്രിമിനലുകളെ ഇവിടെ റിമാൻഡിലൊന്നും വിടാതെ എത്രയും വേഗം തൂക്കിക്കൊല്ലാനുള്ള നടപടി ഉണ്ടാവണം. അവരിവിടെ തീറ്റിപ്പോറ്റുന്ന നടപടി നിർത്തണം. അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മനുഷ്യനെ ആദ്യം നന്നാക്കാൻ നോക്ക്, പിന്നെയല്ലേ പട്ടിയെ നന്നാക്കുന്നത്. ആദ്യം മനുഷ്യൻ നന്നാവട്ടെ. മണ്ടത്തര വിധികൾ കൊണ്ടുവന്ന് ഈ ലോകത്തിൽ മനുഷ്യൻ തമ്മിലടിച്ച് ചാകാനുള്ള ഓരോ അവസ്ഥകളാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ എനിക്ക് മൃഗസ്നേഹികളായ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹികളായ അല്ലെങ്കിൽ ഒരു മനസ്സാക്ഷിയുള്ള മനുഷ്യരോട് എനിക്ക് വസ്തു ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ കണ്ണിൽ കാണുന്നതിനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ സംരക്ഷിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള സൗകര്യമോ സാമ്പത്തികമോ എനിക്കില്ല. അപ്പോൾ എനിക്ക് സാമ്പത്തികമോ നോക്കാൻ പറ്റാത്ത വസ്തുവോ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്, എനിക്ക് നിങ്ങൾ തുച്ഛമായ ഒരു വിലയ്ക്കോ അല്ലെങ്കിൽ സൗജന്യമായോ നിങ്ങളൊരു വസ്തുവോ എനിക്ക് തന്ന് സഹായിച്ചാൽ എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം നായ്ക്കളെ ഞാൻ സംരക്ഷിച്ചോളാം എന്നൊരു ഉറപ്പ് ഞാൻ തരികയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള സംരക്ഷിക്കാൻ മനസ്സ് മാത്രമേ ഉള്ളൂ. അതിനുള്ള സാമ്പത്തികവും ഇല്ല, നമുക്ക് സ്ഥലവുമില്ല. എന്നെപ്പോലുള്ള ഒരുപാട് മൃഗസ്നേഹികൾക്ക് അവർക്ക് ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ വെറുതെ കെട്ടിപ്പിടിച്ച് നമ്മൾ ആരും ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. ഈ ഭൂമി ജീവിക്കുമ്പോൾ മാത്രമേ വസ്തു കൊണ്ടും പണം കൊണ്ടും നമുക്ക് ഉപയോഗമുള്ളൂ. അപ്പോൾ വെറുതെ നോക്കാൻ കഴിയാതെ ഓരോരുത്തർ കണ്ണെത്താ ദൂരത്തോളം വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ സർക്കാരാണ് യഥാർത്ഥത്തിൽ ഇത് തരേണ്ടത്. പക്ഷേ സർക്കാരിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഓരോ മന്ത്രിക്കിഴങ്ങന്മാർ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് കിട്ടത്തില്ല. പക്ഷേ മനസാക്ഷിയുള്ള ആരെങ്കിലും മൃഗസ്നേഹിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് എന്നെപ്പോലുള്ള മൃഗസ്നേഹികൾക്ക് എനിക്കുൾപ്പെടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ സാമ്പത്തികമായോ വസ്തുപരമായോ തന്ന് സഹായിച്ച ഞങ്ങൾ മാക്സിമം നായ്ക്കളെ തെരുവിൽ നിന്ന് മാറ്റി അവരെ പുനരധിവസിപ്പിച്ച് അവർക്ക് വേണ്ടുന്നതായ സംരക്ഷണം മരണം വരെ നൽകുന്നതായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ആർക്കെങ്കിലും അതിനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ സന്നദ്ധരായിട്ട് വരിക, ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നു. ഇപ്പം തന്നെ ഞാൻ 20 നായ്ക്കളെയും 10 പൂച്ചകളെയും ഞാൻ പോറ്റുന്നുണ്ട്. വളരെ സ്ട്രഗിൾ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ തന്നെ വാക്കുകളില്ലാത്ത വിധത്തിൽ സ്ട്രഗിൾ ചെയ്താണ് ഞാൻ അവരെ പോറ്റുന്നത്. അപ്പോൾ എൻ്റെ ആഹാരം മുടങ്ങിയാലും ഞാൻ അവർക്ക് മുടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട്
അത് തുടരാൻ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. അവർക്ക് സമയത്തിന് മരുന്നുകൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല. അവരുടെ വാക്സിനേഷൻ സമയത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ട്. കൂലിപ്പണി ചെയ്തിട്ട് നമുക്ക് എത്ര പേരെ വളർത്താൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കാൻ കഴിവുള്ള മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം തന്ന് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ പാവപ്പെട്ട മിണ്ടാപ്രാണികളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.